ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. നോക്കാം. ഫസ്റ്റ് കാർഡ് എംപ്രസിൻ്റെ കാർഡാണ്. എംപ്രസ് എന്ന് പറയുമ്പോൾ ഇതൊരു തരം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവാണ്. ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവാണ് ഈ കാർഡ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് സെക്ഷ്വാലിറ്റി ഉണ്ട്, കുറച്ച് ഫെർട്ടിലിറ്റി, ക്രിയേറ്റിവിറ്റി, അതുപോലെ അബണ്ടൻസ്. അബണ്ടൻസ് മാത്രമല്ല, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നടക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഉള്ള ദിവസമാണ് ഈ എംപ്രസിൻ്റെ കാർഡ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ എനർജി ആയിരിക്കും. മോസ്റ്റ്ലി ഒരു മദർഹുഡിൻ്റെ എനർജിയാണ്. മാത്രമല്ല ഒരു ഫെമിനൈൻ എനർജിയുടെ പീക്കാണ്. ഫെമിനൈൻ എനർജിയുടെ പീക്കാണ്, ക്വീൻ അല്ല, എംപ്രസ് ആണ്. അപ്പോൾ അത്രയും പീക്കായിരിക്കും, അത്രത്തോളം ഹൈലി എനർജി ഉള്ള ദിവസമായിരിക്കും, ഹൈ വൈബ്രേഷൻ ഉള്ള ദിവസമായിരിക്കും. അതാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ഇത് ഒരേപോലെ പോസിറ്റീവും നെഗറ്റീവുമാകാൻ സാധ്യതയുള്ളൊരു കാർഡാണ് എംപ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്, അതുപോലെ അബണ്ടൻസിൻ്റെ ദിവസമാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്ന ദിവസം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. സെക്കൻഡ് 8 ഓഫ് കപ്സ് ആണ്. ഇതൊരു ഇമോഷണൽ ഡിസ്കണക്ഷൻ്റെ കാർഡാണ്. അപ്പോൾ ഈ നിങ്ങൾ ശരിക്കും നിങ്ങളൊരു ഇമോഷണലി വെൽബീയിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അതായത് നല്ല പാച്ചായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻറ്റ് വരിക, അവിടെ ഒരു ആ റിലേഷൻഷിപ്പിനോടൊരു സ്മൂത്ത്നെസ് തോന്നാതിരിക്കുക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലൊരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നമുക്ക് വ്യതിചലനം ഉണ്ടാവുന്നതാണ്. നമ്മൾ അതിൻ്റെ അകത്തെ അതായത് അതിനകത്തുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റൊരു വഴിയിലേക്ക് പോവുക എന്നോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഇമോഷണൽ ആയിട്ടുള്ള ജേർണി അവസാനിപ്പിച്ചിട്ട് നമ്മൾ മറ്റൊരു പാതയിലേക്ക് തിരിയുന്നു എന്നൊക്കെയാണ് 8 ഓഫ് കപ്സ് പറയുന്നത്. ശരിക്കും ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. ചിലപ്പോൾ മറ്റുള്ളവരോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതിരിക്കുക. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളാണെങ്കിൽ പെട്ടെന്നൊരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നുക, അതൊക്കെയാണ് 8 ഓഫ് കപ്സ്. പിണങ്ങുന്ന ഒരു എനർജിയാണ് കേട്ടോ 8 ഓഫ് കപ്സ്. അതായത് ഇമോഷണലി കണക്ഷൻ ഉള്ളിടത്ത് പെട്ടെന്നൊരു ഡിറ്റാച്ച്മെൻറ്റ് വരിക, അതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നൊക്കെയാണ് 8 ഓഫ് കപ്സ് പറയുന്നത്. ഓക്കെ, then 5 ഓഫ് കപ്സ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക എന്നാണ്. അതായത് പാസ്റ്റിലത്തെ എനർജിയാണിത്. പാസ്റ്റിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതാണ്, പാസ്റ്റിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന എനർജിയാണ് 5 ഓഫ് കപ്സ്. ശരിക്കും ഇതൊരു നമുക്കൊരു മാർഗദർശിയാണെന്നാണ്. അതായത് എന്തുകൊണ്ട് പാസ്റ്റിൽ നമുക്ക് നഷ്ടം ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി അങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് പറയുന്ന ഒരു കാർഡാണ് 5 ഓഫ് കപ്സ്. ശരിക്കും നഷ്ടബോധത്തിൽ ഇരിക്കുക എന്നാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടമൊക്കെ വരാൻ സാധ്യതയുണ്ട്. നഷ്ടബോധത്തിൽ ഇരിക്കുക എന്നാണ് 5 ഓഫ് കപ്സ് പറയുന്നത്. ഇവിടെ അതിനകത്ത് നെഗറ്റീവ് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം മറഞ്ഞുപോയ 3 കപ്പുകളേക്കാൾ നിറഞ്ഞിരിക്കുന്ന മറ്റ് 2 കപ്പുകളുണ്ട്. നമുക്ക് വളരെ സുന്ദരമായിട്ട് ആ കപ്പുകളിലെ നമുക്ക് യൂണിവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് സൗഭാഗ്യമാണോ അതും എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാസ്റ്റിലത്തെ വേദനയെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട ആൾക്കാരല്ല. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ളൊരു എനർജി ഉണ്ട്, പാസ്റ്റിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കാനൊരു എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇന്നേ ദിവസം ആ എനർജിയിലല്ല ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് ചുറ്റും അവസരങ്ങളുണ്ട്, ആ അവസരങ്ങൾ മാക്സിമം വിനിയോഗിക്കുക എന്നാണ് ഈ പറഞ്ഞ 5 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അപ്പം നഷ്ടം സംഭവിച്ചിട്ടുള്ളവരെ അതിൽ വിഷമിക്കുകയും ചെയ്യേണ്ട, നിങ്ങൾക്കുള്ള അവസരങ്ങൾ ചുറ്റും തന്നെ ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. ദെൻ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് കിങ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, രാജാവാണ് പെൻറ്റക്കിൾസിൻ്റെ. അതായത് ധാരാളം പണം വന്ന് ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ ജനറസ് ആയിരിക്കുക, ഗ്രൗണ്ടഡ് ആയിരിക്കുക, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കുക, ഒരു വിഷണറി ആയിരിക്കുക. അതായത് പണം ഒന്ന് നിറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഹമ്പിൾ ആയിരിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മൾ വിധേയത്വത്തോടു കൂടി ഇരിക്കുക, വിനയാന്വിതരായിട്ടിരിക്കുക എന്നൊക്കെയാണ് ഈ കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഏറ്റവും ഗ്രൗണ്ടഡ് ആയിരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നന്നായിട്ടിരിക്കുക, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക, മറ്റുള്ളവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുക, അതൊക്കെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഓക്കെ, ഈ 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പണം ഓർത്ത് ദുഃഖിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നമുക്ക് പറ്റിപ്പോയ എന്തെങ്കിലും ഒരു കാര്യത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക, അതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്.
ദെൻ 4 ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് യൂണിയൻ്റെ കാർഡാണ്. 4 ഓഫ് വാൺസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇന്ന് നടക്കുന്നു എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു യൂണിയനൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നടക്കും. അതുപോലെ നിങ്ങൾ ഒരു പാഷനെ ചേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു അച്ചീവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റും, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ പറ്റും. അതുപോലെ മാര്യേജോ അല്ലെങ്കിൽ മാര്യേജിലോട്ടും പോകുന്ന, അതായത് എൻഗേജ്മെൻറ്റോ മാര്യേജോ ഒരു ടുഗദർനെസ്, ഹാർമണി, ഇതൊക്കെയാണ് 4 ഓഫ് വാൺസ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒക്കേഷൻസിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു ഗ്യാതറിങ്ങിൽ ചിലപ്പോൾ നിങ്ങളിന്ന് പങ്കെടുക്കുന്നുണ്ടാവും. കല്യാണ നിശ്ചയമോ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു മാര്യേജിലേക്കൊക്കെ പോകുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വിദേശത്തുള്ള ആളുകൾ വീട്ടിലേക്ക് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഹോം എന്ന് വിചാരിക്കുന്ന എന്താണോ അവിടേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും എന്നാണ് ഈ ഹോം കമ്മിങ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇന്ന് സംഭവിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് വാൺസ് പറയുന്നത് കേട്ടോ. ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ എംപ്രസിൻ്റെ എനർജിയും പറയുന്നത് മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസം എന്നാണ് കേട്ടോ. സോൾമേറ്റ് യൂണിയൻ്റെ കാർഡാണ്. നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്നത് അയാൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ആ സോൾമേറ്റ് നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾക്ക് ധാരാളമായിട്ട് പണം വന്ന് കിട്ടുമെന്നാണ്. എംപ്രസ് പറയുന്നത് നിങ്ങളിന്ന് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മദർഹുഡ് എനർജിയിലാണുള്ളത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഹാപ്പിനെസ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു നല്ല ദിവസമാണ്. പക്ഷേ ഈ 2 കാർഡുകൾ 8 ഓഫ് കപ്സും 5 ഓഫ് കപ്സും കുറച്ചൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിൻ്റെയും നഷ്ടപ്പെട്ടതിനോർത്ത് ദുഃഖിച്ചിരിക്കുന്നതിൻ്റെയൊക്കെ കാർഡാണ്. കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾ ബാക്ക് ടു നോർമൽ ആവാൻ സാധ്യതയുണ്ട്. വേൾഡ് കാർഡാണ്. നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് അറ്റൈൻമെൻറ്റ്, നിങ്ങൾ എന്താണോ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് ആ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. സക്സസിൻ്റെ കാർഡാണ്. ഒരു സർക്കിൾ നിങ്ങളുടെ ലൈഫിൽ പൂർത്തിയാവുന്നു എന്നുള്ള കാർഡാണ്. ഓക്കെ, അതൊരു ഹാപ്പിനെസ്സിൻ്റെയും അതുപോലെ പോസിറ്റിവിറ്റിയുടെയും ഒരു സക്സസിൻ്റെ കാർഡാണ്. ശരിക്കും ഒരു സക്സസ് ആണ്. അതായത് നിങ്ങൾ ഒരു സൈക്കിള്, ലൈഫിലെ ഒരു സൈക്കിള് സറൗണ്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അപ്പോൾ അത്രയും ആത്മീയ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു സൈക്കിൾ നിങ്ങൾ പൂർത്തിയാക്കി. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് തീരുന്നില്ല. നിങ്ങൾ മറ്റൊരു ലൈഫിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു സർക്കിളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോഴേ ഈ മോക്ഷം കിട്ടുക എന്നൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അതായത് മരിക്കുന്ന ഒരു എനർജി ഒക്കെ ഉണ്ടല്ലോ, അതായത് മരണം കേൾക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു എനർജി ഇല്ലേ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. സക്സസ് ആൻഡ് കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സൈക്കിൾ പൂർത്തിയാവുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരാളുടെ ലൈഫ് സ്റ്റൈലായിരിക്കും, ചിലപ്പം ഒരു ലൈഫ് സർക്കിളായിരിക്കും അതൊക്കെ എൻ്റെ പൈ പോകുന്നു എന്നാണ് കാണുന്നത്. ഒരു സൈക്കിൾ എൻ്റെ പോകുന്നു എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു മരണമൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ടെന്നും കൂടെ നമ്മളിവിടെ റീഡ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതാണ് വേൾഡ് കാർഡ്. അതുപോലെ ഇതൊരു ഡാൻസിങ് ലേഡിയാണ്. നമ്മൾ മറ്റുള്ളവർ കാണാതെ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുന്നതാണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് നമ്മളതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള ചിന്തയിൽ നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും നോർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട. കാരണം ആ പറഞ്ഞ ആളുകളൊന്നും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ഒരു കാര്യം ചെയ്തു തരുന്നവരല്ലേ, കുറ്റം പറയാൻ മാത്രമേ അവർ കാണുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ഡാൻസിങ് ലേഡിയാണ് വേൾഡ് കാർഡ് എന്ന് പറയുന്നത്. ഈ ലേഡി ചുറ്റും നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ അതിന് ചുറ്റും പല പല സാഹചര്യങ്ങളുണ്ട്. അതിനൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവരുടെ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അറ്റൈൻമെൻ്റ് ആണ്. അപ്പം അവരവരുടെ മോക്ഷം അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വേണം നമ്മൾ ഇന്ന ദിവസം കാണാനായിട്ട്. ദെൻ കിങ് ഓഫ് വാൺസ് ആണ്. ഇത് നമ്മുടെ പാഷൻ, ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഹൈലി പാഷനേറ്റ് ആണ് അയാൾ. എന്ത് വില കൊടുത്തും എൻ്റെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണ്. ആ ആഗ്രഹ സഫലീകരണത്തിന് ശേഷം അയാൾ വീണ്ടും വാട്ട് നെക്സ്റ്റ്, അടുത്തത് എന്ത് എന്ന് ആലോചിക്കുന്ന ഒരാളാണ് ഈ കിങ് ഓഫ് വാൺസ്. അപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ ഉള്ള ആളാണെങ്കിൽ മറ്റൊരു ജോലി തേടുക. ഒരു റിലേഷൻഷിപ്പ് ഉള്ള ആളാണെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് തേടുക. ഇനി അതല്ല നിങ്ങളൊരു പാഷനാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ പാഷൻ്റെ ഏറ്റവും മുകളിൽ ചെന്നിട്ട് അടുത്ത പാഷൻ എന്താണെന്ന് നോക്കുക. അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നെക്സ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നോക്കുക. അതുപോലെ അതിനെ ഇപ്പം നിങ്ങൾക്കുള്ളത് എന്താണോ അതിനെ വൈഡൻ ചെയ്യാൻ ആലോചിക്കുക. അതിൻ്റെ അടുത്ത തലത്തിലേക്കൊക്കെ കടക്കാൻ ശ്രമിക്കുന്ന ഒരു നാച്ചുറൽ ലീഡറാണ് ഈ പറഞ്ഞ കിങ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അയാൾക്ക് വളരെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് ഇനി എന്ത് കാര്യങ്ങൾ വന്നാലും ചെയ്യാനുള്ളൊരു ദൃഢത അയാൾക്ക് കാണും. അപ്പോൾ
ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു എനർജി ഏതാണ്? നിങ്ങൾ ഒരുപാട് സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ ഇനി വരുന്ന സാഹചര്യങ്ങളെ നിങ്ങൾക്ക് പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ പുതിയ ആശയങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഈ കിങ് ഓഫ് വാണ്ട്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് സൺ കാർഡാണ്. അപ്പോൾ ഒരു യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു യാത്രയാണ്, ഒരു പുതിയ തുടക്കമാണെന്ന് കാണുന്നുണ്ട്. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും, ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഹീൽഡായി എന്നുള്ളതാണ്. നിങ്ങൾ ഹീലിങ്ങിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഹീലായി, നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സിൽ നിന്ന് പുറത്ത് വരുന്നു. അപ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങളുണ്ടാവുന്നതാണ്. അതായത് നിങ്ങളിലുണ്ടായിരുന്ന കാർമികായിട്ടുള്ള സിറ്റുവേഷൻസ് കുറേയൊക്കെ എൻഡായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്ലെൻസ്ഡ് ആവുന്നുണ്ട്, കുറച്ച് ഹീൽഡ് ആവുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൺ കാർഡ് പറയുന്നത്. സൺ കാർഡും പോസിറ്റിവിറ്റിയുടെയും അതുപോലെ സക്സസിൻ്റെയും അതുപോലെ സമൃദ്ധിയുടെയും ഒക്കെ കാർഡാണ് കേട്ടോ. അതാണ് സൺ കാർഡ് എന്ന് പറയുന്നത്. സൂര്യകാന്തി പൂക്കൾ എപ്പോഴും സമൃദ്ധിയുടെയാണ്. അപ്പോൾ അത് സമൃദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പുതിയ തുടക്കം എന്നാണ്, നിഷ്കളങ്കമായ പുതിയ തുടക്കം എന്നാണ്, യാത്ര പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ 8 ഓഫ് വാണ്ട്സ് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതും മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് ആക്ഷൻ എടുത്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു നല്ല വാർത്ത വെയിറ്റ് ചെയ്തിരിക്കുവാണ്, ഒരു ജോബ് ഓഫർ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുവാണെങ്കിൽ ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ കൂടെ നിങ്ങൾക്കൊരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്താൻ സാധ്യത ഉണ്ടെന്നാണ് 8 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഇതും ഒരു യാത്രയുടെ കാർഡാണ്. 8 ഓഫ് വാണ്ട്സും ഒരു മൂവ്മെൻറ്റിൻ്റെയും യാത്രയുടെയും കാർഡാണ്. ഇതൊരു എയർ ട്രാവലിൻ്റെയും കൂടെ കാർഡാണ് കേട്ടോ. വേൾഡ് കാർഡും എയർ ട്രാവലിൻ്റെ കാർഡാണ്. അപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കൂടുതലും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാർഡാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് മജീഷ്യനാണ്. പിന്നെ എന്ത് വേണം? മജീഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ 4 ഓഫ് വാണ്ട് ഒരു മാനിഫെസ്റ്റേഷൻ, ഫസ്റ്റ് ലെവൽ മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ നടത്തുന്ന ആൾ മജീഷ്യനാണ്. അപ്പം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഇന്ന് മിക്കവാറും കുറേ ആളുകളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മജീഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒന്നാമനാണ്. മേജർ അർക്കാന കാർഡിലെ 1-ാം നമ്പർ കാർഡാണ് മജീഷ്യൻ. ഹൈലി പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. എല്ലാ റിസോഴ്സുകളും ഇന്ന് അനുഗ്രഹിച്ച് വരുന്നൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്ക് കിട്ടുമെന്നുള്ളൊരു ദിവസമാണ് മജീഷ്യൻ്റെ കാർഡ് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു ദിവസമാണ്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് ഇന്ന ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് എല്ലാം കാണിക്കുന്നുമുണ്ട്. അതായത് സോൾമേറ്റ് റിയൂണിയൻ കാണിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ അബണ്ടൻസ് കാണിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ വളരെ നല്ല കാര്യങ്ങൾ പറയുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. നല്ല കാര്യവും ചീത്ത കാര്യവും പറയുന്നുണ്ടായിരിക്കും. നിങ്ങളെക്കുറിച്ച് ഗോസിപ്പൊക്കെ പറയുന്നുണ്ടാവും. നിങ്ങളെക്കുറിച്ച് മോശം അഭിപ്രായം മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാവുകയോ അവർ പരസ്പരം പറയുകയോ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ ഫെർട്ടിലിറ്റിയുടെയും അതേപോലെ പ്രഗ്നൻസി റിവീൽഡ് ആവുന്നതിൻ്റെയൊക്കെ ഒരു കാർഡാണ്. മദർഹുഡിൻ്റെ കാർഡാണ്. ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. അബണ്ടൻസിൻ്റെയും മാനിഫെസ്റ്റേഷൻ്റെയും കാർഡാണ്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. വേൾഡ് കാർഡുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സൺ കാർഡുണ്ട്, അതിലും വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡില്ല. അപ്പോൾ മൊത്തത്തിലൊരു നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. ദെൻ 6 ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത് ധാരാളം പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ പണം വന്നു ചേരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് നമുക്ക് മാത്രം അർഹതപ്പെട്ട പണമല്ല, മറ്റുള്ളവർക്കും കൂടി അർഹതപ്പെട്ട പണമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്കും കൂടി ജനറസ് ആയിരിക്കുക, അവർക്കും കൂടി ആക്സസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ പണത്തിനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവർക്കും കൂടി ഹെൽപ്പ് ചെയ്യുക. അതുപോലെ പണം വരികയും വരുന്നത് പോലെ തന്നെ ചിലവായി പോവുകയൊക്കെ ചെയ്യുമായിരിക്കും, എന്നാലും പണം, ഫിനാൻഷ്യൽ അബണ്ടൻസ് നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കി വെച്ചിട്ടുണ്ടോ എന്നും കൂടി ഒന്ന് ആലോചിക്കണം. കാരണം മറ്റുള്ളവർക്ക് അർഹതയുള്ളത് മറ്റാളുകളായിരിക്കും, ചിലപ്പോൾ നമ്മളായിരിക്കും അത് അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് അർഹതയുള്ളതാണോ, അതുപോലെ നമ്മൾ കൊടുക്കുന്നത് വാങ്ങിക്കുന്നവർ അർഹതപ്പെട്ടവരാണോ എന്നും കൂടിയൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. ഓക്കെ, എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് കാർഡ് ഇഫ് യു ബിലീവ് ആണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം വിശ്വസിക്കുന്നെങ്കിൽ 100% അത് വിശ്വസിച്ച് നടക്കും എന്ന് നിങ്ങൾ 100% വിശ്വസിച്ച ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അത് വിസിബിളാണ്, അത് വളരെ 100% ശരിയാണ്. എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നോ അത്രത്തോളം ആ കാര്യം സാധിക്കാനുള്ള
സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും വിശ്വസിക്കുക, അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ ഫലവത്തായിട്ട് നടക്കും. കണ്ടോ, യെസ് കാർഡാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതിന്ന് നടക്കുമെന്നാണ് കാണുന്നത്. നെക്സ്റ്റ് കാർഡ് ഫൊർഗീവ്നെസ് ആണ്. അപ്പോൾ നിങ്ങൾ ആരോടോ ഫൊർഗീവ്നെസ് ഒക്കെ കൊടുക്കാനുണ്ട്. നിങ്ങൾ ഫൊർഗീവ്നെസ് കൊടുക്കാത്തത് കൊണ്ട് നിങ്ങളുടെ കർമ്മ എൻ്റെ ആവാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫൊർഗീവ്നെസ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും, കുറച്ചും കൂടെ കളർഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അവരോട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് സോൾമേറ്റ് ആണ്. നമ്മൾ ആദ്യമേ കണ്ടതാണ്. നിങ്ങളുടെ സോൾമേറ്റ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നിങ്ങൾ വേറെ എവിടെയും തേടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അതായത് ഒരുപാട് ജന്മങ്ങളായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ തന്നെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ആളെന്ന് പറയുന്നത്. അപ്പോൾ അത് സോൾമേറ്റ് ആണ്, അത്രേ ഉള്ളൂ. ദെൻ റിലീജിയസ് ഫാക്ടേഴ്സ്. നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ റിലീജിയസ് ഫാക്ടേഴ്സ് ആകാൻ സാധ്യതയുണ്ട് എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് വിസിബിളായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ അവിടെ റിലീജിയസ് ഫാക്ടേഴ്സും മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും അടിയുറച്ച വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അതിൽ നിന്നിറങ്ങി ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്തിന് വേണ്ടി വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് കുറവാണെങ്കിൽ അതിനൊരു കാരണം ചിലപ്പോൾ റിലീജിയസ് ഫാക്ടേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. ദെൻ അൺറിക്വൈറ്റഡ് ലവ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ റിലേഷൻഷിപ്പിന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല, നിങ്ങൾക്കിടയിൽ വലിയ കെമിസ്ട്രി ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അവിടെ ഒരു മ്യൂച്വൽ അട്രാക്ഷനോ ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. ഈ റിലേഷൻ ആവശ്യമില്ലാത്തൊരു റിലേഷൻഷിപ്പാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആദ്യമേ പറഞ്ഞു ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ്. അതുകൊണ്ടാണ് ചില സമയത്ത് ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് കണ്ടില്ലേ, 8 ഓഫ് കപ്പ്. ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര പ്രേമവും തോന്നും, ചില സമയത്ത് ഭയങ്കരമായ ഡിറ്റാച്ച്മെൻറ്റും തോന്നും. അത് തന്നെ നിങ്ങൾ സോൾമേറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു സോ മച്ച്.